കാരണം ഒരു സൽപ്രവർത്തനത്തിൽ ഒരുവൻ ഏർപ്പെടവേ അവന് മോശം കാര്യം ചെയ്യാൻ സാധിക്കുകയില്ല. അതുകൊണ്ടാണ് ഏത് സമയത്തും എന്തെങ്കിലും ഒരു ശുഗൽ വേണമെന്ന് പറയുന്നത്. പണിയെടുക്കണം, വെറുതെ ഇരുന്നു കൂടാ. ഒന്നുകിൽ ദുനിയാവിൻ്റെ നിനക്ക് ഉപകാരപ്രദമായ എന്തെങ്കിലും ചെയ്യുക, അല്ലെങ്കിൽ ദീനിയായി നിനക്ക് പ്രയോജനപ്രദമായ എന്തെങ്കിലും ചെയ്യുക. അതല്ലാതെ വെറുതെ ഇരിക്കുക എന്നത് പാടില്ലാത്തതാണ്. അങ്ങനെ ചെയ്താൽ അത് പിശാചിൻ്റെ പ്രവർത്തനങ്ങൾ, അവൻ മോശമായ ചിന്തകൾ ഉണ്ടാക്കിത്തരാനൊക്കെ അത് കാരണമാകും. നോക്കൂ, നിങ്ങൾ ഒരുപാട് കുട്ടികൾ, യുവാക്കൾ, എന്താണ് അവരുടെ പ്രശ്നം? പ്രായം അത് നല്ല യൗവനം തുളുമ്പുന്ന പ്രായമാണ്. കയ്യിൽ പണവുമുണ്ട്, പിന്നെയോ കുറേ ഒഴിവ് സമയവുമുണ്ട്. ഒരുവൻ നശിക്കാൻ ഇത് മൂന്നും ഉണ്ടെങ്കിൽ പിന്നെ വേറൊന്നും വേണ്ടയില്ല. ഇന്ന ശബാബ വൽ ഫറാഗ വൽ ജിദ മഫ്സദത്തുൻ ലിൽ മർഇ അയ്യു മഫ്സദ. ഒരു കവിതയാണത്. ഇന്ന ശബാബ വൽ ഫറാഗ വൽ ജിദ, ഒരുവൻ്റെ യൗവനവും അതുപോലെ ഒഴിവ് സമയവും പണവും, ഇത് മൂന്നും ഒരുവനുണ്ടോ മഫ്സദത്തുൻ ലിൽ മർഇ അയ്യു മഫ്സദ, ഒരുവനെ കുഴപ്പത്തിലാക്കാൻ അത് ധാരാളമാണ്, വേറൊന്നും വേണ്ടതില്ല. അതുകൊണ്ട് ഉപകാരപ്രദമായ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക, അള്ളാഹുവിനെ ദിക്ർ ചെയ്യുക, ഖുർആൻ പാരായണം ചെയ്യുക, ദീനിയ എന്തെങ്കിലും പഠിക്കുക, അല്ലെങ്കിൽ ദുനിയാവിൻ്റെ നിൻ്റെ ജോലികൾ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുക. ഹലാലായ ജോലിയിൽ ഒരാൾ ഏർപ്പെടുക, ആ സമയത്ത് അവൻ തിന്മകൾ ചെയ്യുന്നില്ലല്ലോ. ഒരാൾ കച്ചവടം ചെയ്തുകൊണ്ടിരിക്കാൻ, ഹലാലായ ഒരു കച്ചവടം ചെയ്തുകൊണ്ടിരിക്കാൻ, അല്ലെങ്കിൽ എന്തെങ്കിലും അവൻ്റെ പണിയെടുത്തുകൊണ്ടിരിക്കാൻ, ആ സമയത്ത് അവൻ നല്ല നീയത്താണോ, ഇത് മുഖേന എനിക്ക് ഹലാലായ സമ്പാദ്യം നേടി നല്ല നിലയ്ക്ക് എനിക്കും കുടുംബത്തിന് ജീവിക്കണം എന്ന നീയത്താണോ അവനുള്ളത്, അത് പ്രതിഫലാർഹമാണ്. നീയത്ത് അവൻ്റെ മനസ്സിൽ വന്നില്ല എങ്കിൽ കൂടി ആ സമയത്ത് അവൻ ഒരു തിന്മയല്ല ചെയ്യുന്നത്, ജായിസായ പ്രവർത്തനമാണ് ചെയ്യുന്നത്. തിന്മയിൽ നിന്ന് അവൻ ഏറ്റവും ചുരുങ്ങിയത് രക്ഷപ്പെട്ടിരിക്കും.